എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിനുണ്ട് സ്നേഹവന്ദനം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ കിസ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സ് ആരൊക്കെയെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുൻപായിട്ട് കഴിഞ്ഞ ദിവസം ചോദിച്ച 10 ക്വസ്റ്റ്യനും പിന്നെ അതിന്റെ ശരിയായ ഉത്തരങ്ങൾ ഏതെന്ന് നോക്കാം. ചോദ്യം 1. കെരൂബുകളുടെ മുഖം എന്തിനു നേരെ ആയിരുന്നു? ഉത്തരം കൃപാസനത്തിന് നേരെ. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായം 9-ാം വചനം. അടുത്ത ചോദ്യം. വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല ധൂപവർഗവും ആരുടെ വിദ്യപ്രകാരമാണ് ഉണ്ടാക്കിയത്? ഉത്തരം തൈലക്കാരൻ്റെ. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായം 29-ാം വചനം. അടുത്ത ചോദ്യം. വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി എത്ര നൂലുകൾ കൊണ്ടാണ് വിശേഷ വസ്ത്രം ഉണ്ടാക്കിയത്? ഉത്തരം 3. പുറപ്പാട് പുസ്തകം 39-ാം അധ്യായം 1-ാം വചനം. അടുത്ത ചോദ്യം. തിരുനിവാസത്തിന്മേൽ രാത്രി സമയത്ത് ഉണ്ടായിരുന്നത് എന്ത്? ഉത്തരം അഗ്നി. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 38-ാം വചനം. അടുത്ത ചോദ്യം. ലേവ്യ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ കൂടി ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 104 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചത് ആര്? ഉത്തരം മോശ. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 12-ാം വചനം. അടുത്ത ചോദ്യം. മോശയും അഹരോനും സമാഗമന കൂടാരത്തിനുള്ളിൽ നിന്നും വെളിയിൽ വന്ന് ജനത്തെ എന്തു ചെയ്തു? ഉത്തരം ആശീർവദിച്ചു. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 23-ാം വചനം. അടുത്ത ചോദ്യം. ഊനമില്ലാത്ത ഒരു കോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരേണ്ടത് ആര്? ഉത്തരം പ്രമാണി. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 23-ാം വചനം. അടുത്ത ചോദ്യം. അഹരോന് അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരും യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാട് ഏത് യാഗമായിരിക്കണം? ഉത്തരം ഭോജനയാഗം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 20-ാം വചനം. അടുത്ത ചോദ്യം. അഹരോന്റെ പുത്രന്മാരിൽ സമാധാന യാഗങ്ങളുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്നവന്റെ ഓഹരി എന്ത്? ഉത്തരം വലത്തെ കൈക്കുറക്. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 33-ാം വചനം. അപ്പൊ ഇവയാണ് ആ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരങ്ങൾ. അപ്പൊ 51 പേര് കറക്റ്റായിട്ടുള്ള ഉത്തരം സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ പേരുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ 51 പേരായിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി 51 പേരിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന ആ 2 പേരാണെന്ന് നോക്കാം. 51 പേരുടെയും പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 2 പേരെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വ്യക്തിയെ നമുക്ക് എടുക്കാം. ആദ്യത്തെ വ്യക്തിയുടെ പേര് ഷീബയാണ്. ഷീബ. അടുത്ത രണ്ടാമത്തെ വ്യക്തിയെ നമുക്ക് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് ജയ. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് ജയയാണ്. 2 പേരെയും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 പേർക്ക് ഞങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കിസ് കോമ്പറ്റീഷൻ ആഴ്ച 2 ദിവസം ഉണ്ട്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രാത്രി 10 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം ഉത്തരങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ലേവ്യ പുസ്തകം 11-ാം അധ്യായം മുതൽ 25-ാം അധ്യായം വരെയുള്ള അധ്യായത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ലേവ്യ പുസ്തകം 11 മുതൽ 25 വരെ. അപ്പൊ ഇന്ന് നമുക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടാത്തവര് വിഷമിക്കേണ്ട. നമുക്ക് എല്ലാ ആഴ്ചയിലും അവസരങ്ങളുണ്ട്. എല്ലാ ആഴ്ച 2 ദിവസം വെച്ച് നടക്കുന്നുണ്ട്. ബുധനും ഞായറുമാണ് നമ്മുടെ കിസ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് വിന്നർ ആവുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.